ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നന്മ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും കൂട്ടുകാരെയും കൂടിയിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പറഞ്ഞൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അവിടെ തൊട്ടടുത്ത് തന്നെ അകമല പറഞ്ഞ ഒരു അമ്പലമുണ്ട് കേട്ടോ. ആ ഭാഗത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാലത്ത് 9 മണിക്ക് പോയാൽ 10 മണിക്ക് അവിടെ എത്തും. നമ്മുടെ ഈ അമ്പലത്തിലേക്ക് ഉത്രാളിക്കാവ് 1 മണിക്കൂർ എന്തായാലും വേണം. അപ്പോൾ കുറേ ദിവസമായി അങ്ങനെ എങ്ങോട്ട് പോകാറൊന്നുമില്ല, പുറത്തേക്കൊന്നും ഞാൻ പോകാറില്ല. ആദ്യമായിട്ടാണ് കൂട്ടുകാരുടെ ഒപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങണത്. ഇത്ര ദൂരത്തേക്ക് തൊട്ടമ്പലത്തേക്ക് പോകാമെന്നല്ലാതെ വീടിൻ്റെ ഇത്ര ദൂരത്തേക്കൊന്നും പോകാറില്ല. അപ്പോൾ കൂട്ടുകാരിനെ കൂട്ടിയിട്ട് ഞാനിന്ന് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. ഇന്നും ഷോപ്പ് കട പറഞ്ഞിട്ട് ഇരിക്കാതെ ഇന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇവിടെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ പൂരം ഉണ്ടാവാറില്ല. അതേപോലെ തന്നെ കുറച്ചും കൂടി അത്ര ഇല്ലെങ്കിൽ പോലും അത്രയും ജനങ്ങളാവും ഉത്രാളിക്കാവ് പൂരത്തിന് കേട്ടോ. ഒരു വട്ടം ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുള്ളൂ. അമ്പലം നമ്മളെപ്പോഴും വീട്ടിലേക്ക് പോകുമ്പോഴും കാണാറുണ്ട്. ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്പലം എപ്പോഴും കാണുന്നതാണ്. പക്ഷേ പൂരങ്ങൾക്കായിട്ട് പോയിട്ടില്ല. ഒരു വട്ടം മാത്രം ഞങ്ങൾ റോഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ഫുള്ള് പാടത്തും റോഡിലും ഒക്കെ നിറയെ ജനങ്ങൾ, അത്രയും ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഒരു വട്ടം. പിന്നെ ഷൂട്ട് ചെയ്യാനൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമാണ്. ഉള്ളിൽ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു പുറത്തുനിന്നുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. അതേപോലെ തന്നെ റെയിൽപ്പാലമുണ്ട്, ട്രെയിൻ പോണതുണ്ട്. അങ്ങനെ ഞാനും കൂട്ടുകാരൊക്കെ കുറേ ഫോട്ടോസുകളൊക്കെ എടുത്തു. 10:15 ആയി, ഇവിടെ 10:30 ആയി തൊഴുതിറങ്ങിയപ്പോൾ. അപ്പോൾ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു ഉള്ളിൽ എടുക്കാൻ പാടില്ല കേട്ടോ, പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അത് എടുത്തില്ല. പിന്നെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 10-20 പേരുണ്ടായിരുന്നു. അവരുടെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. കണ്ടു ഞങ്ങൾ നാളേരം ഉടയ്ക്കണതും അവർ പ്രാർത്ഥിക്കണതും. അങ്ങനെ പാടത്ത് വരുമ്പോൾ കൂടെ അവർ നടന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീഡിയോ എടുക്കായിരുന്നു. പക്ഷെ അതൊന്നും എടുത്തില്ല. ഒരു മടി പോലെ തോന്നി, ദൈവത്തിൻ്റെ എന്തോ ഒരു പോലെ തോന്നി. അപ്പോൾ ഞാൻ എടുത്തില്ല. അങ്ങനെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ വിശക്കാൻ തുടങ്ങി തോന്നുന്നു കേട്ടോ. വെള്ളമൊന്നും കൈ പിടിച്ചില്ല. സമയം 11 മണിയൊക്കെ ആവാറായി. അപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ വെള്ളവും ഇല്ല കയ്യിൽ. അങ്ങനെ എന്നാലും ഞങ്ങൾ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട്, അപ്പോഴേക്ക് അവളുടെ മോളാണോ മരുമകനാണെന്ന് അറിയില്ല, കോള് വന്നിട്ടുണ്ടായിരുന്നു. മോൾക്കൊരു കുട്ടിയുണ്ട്. പിന്നെ മോളുടെ ഹസ്ബൻഡ് ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ ഇവളെ എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇതാണ് നമ്മുടെ ഉത്രാളിക്കാവ്. അപ്പോൾ വീഡിയോ നേരെ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ എടുക്കാനൊന്നും പെട്ടെന്ന് അറിയണ്ടായിരുന്നില്ല, നേരെ ഷൂട്ട് ചെയ്യാനൊന്നും. എന്നാലും എനിക്ക് പറ്റണ പോലെ ഞാൻ അവിടെ പാടം, റെയിൽ അങ്ങനെയൊക്കെ എടുത്തു, അറിയുന്ന പോലെ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ എടുക്കാൻ ഞാൻ പോണത്. അപ്പോൾ ഇനിയുള്ള ഞാൻ വീഡിയോയിലൊക്കെ നേരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഒരുപാട് തിരക്കൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വാണിയംകുളത്ത് എത്തിയിട്ടാണ് പിന്നെ വിശന്നിട്ട് ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ പുറത്ത് പോയിട്ട് ബിരിയാണി കഴിക്കുന്നത് കേട്ടോ. 120 രൂപയാണ് ബിരിയാണി. അടിപൊളി ബിരിയാണി ആയിരുന്നു. 12:30ക്കാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ബിരിയാണി കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഓക്കെ, ബൈ.